അതെടുത്ത് വെക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നുമില്ല. ടീ ടീ. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടാന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. ഓടി അവിടുന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരം ഉണ്ടേ. ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിലൊരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഘം അവതരിപ്പിക്കുന്ന 12ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ശ്രീ വിനായക സംഘത്തിന്റെ 12ാമത് തീറ്റ മത്സരം. അമ്പാളെ തന്നെയാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്? ഇല്ലെങ്കിൽ ഇവിടെ ഇടയിൽ പരിപാടി നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എന്ന് വെച്ചാ ഇപ്പളാ ശരിയായത്. സമ്മാനം ലൂഡോ. തുടങ്ങാം. നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കൂടി ഫില്ലായാൽ മത്സരം കെങ്കേമം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങുന്നതാണ്. അവിടെ ഇഡ്ഡലി കൊടുക്കൂ. എല്ലാവർക്കും ഇഡ്ഡലി ഇവിടെ കൊടുക്കുക. തീറ്റ മത്സരം ആരംഭിക്കുകയായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വെടിയൊച്ച കേൾക്കുന്നതാണ്. വെടിയൊച്ച കേട്ടാൽ ഉടനെ തീറ്റ തുടങ്ങുന്നതാണ്. മറ്റൊരറിയിപ്പ്, ഘോഷയാത്രയ്ക്ക് എത്തിയ കുംഭംകളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണേ ഇവനക്ക് ഈ സമയത്ത്. എവിടെ പോയി കിടക്കുക? നീ ഇത് എവിടെ പോയി കിടക്കട ഈ നേരത്ത്? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാ ഇവളുമാരെടുത്ത് തേച്ചു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക്. അവശേഷിക്കുന്ന 3 പേര് നെഞ്ചോടെഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുൻപന്തിയിൽ നിൽക്കുന്ന എന്താ നമ്മുടെ എന്താ പേര്?
ആ പേരുകാരൻ മുൻപിട്ടിരിക്കുന്നു. ഇതാ വെടിപൊട്ടി. വെടിപൊട്ടി. രാശിയെ കണ്ടെത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ വിജയി. ഇതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്താരനാ. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോനെ ഞാൻ. എനിക്കെന്താ ഒരു വിലയും ഇല്ലേ? ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടിയാ. ചിറ്റമൃതത്തിന്നല്ലോ വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ. എന്നാ ഇത് ഉറപ്പിച്ചോ? മണി എന്താണ് വെച്ചോളി. ശരി. തമ്പുരോ, നീ എവിടേക്കാ? ആറ്റ് നോറ്റാ മാസത്തിൽ 10 ദിവസം കളി ഉണ്ടാവും. അതിനാണെങ്കിൽ നിങ്ങളുടെ മരവും കാശും തരില്ല. പിന്നെ എന്തിനാ മുത്തോട്ടാ ഞാൻ ഈ വെയിലും കൊണ്ട് കൊച്ചിക്കോലം കെട്ടി കളിക്കാൻ നിൽക്കണ്? നേർച്ചയൊന്നുമില്ല എനിക്ക്. അപ്പൊ നീ പോവാൻ തന്നെ നിർച്ചേക്കാ? ഒരാള് സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വരില്ല പറയാ? ഇവിടെ അല്ലേ ഉള്ളൂ ആട്ടും തുപ്പും. കൂലി കിട്ടണ ഒരു പണി കൂടെ കിട്ടി ഈ വഴിക്ക് വരില്ല ഞാൻ. നോക്കിക്കോളി നിങ്ങൾ. മാറി നിൽക്കുന്നു പോട്ടെ ഞാനട്. തമ്പുരോ നിക്കടാ. അപ്പൊ ശരിട്ടോളേ, പോയിട്ട് വരാം. കളി മുടക്കിയിട്ടുള്ള കളി വേണ്ടാ ചക്ക. അതെ, കാശില്ലാതെ വെറുതെ ചാടുമ്പോ കുറെ കഴിഞ്ഞ മടുക്കു കേട്ടാ. അതാണ്. പോയി നോക്കട്ടെ ഞാന്. എന്താ പവൻ കാട്ടണ്? 2 ദിവസം കഴിഞ്ഞാൽ പട്ടിണി നിങ്ങടെ തന്നെ വരും.